ഹലോ 2025 JEE മെയിലെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൊരു 3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് സീക്വൻസസ് ഓഫ് 10 terms whose terms are either 0 or 1 or 2 that contain exactly 5 ones and exactly 3 twos is equal to. ക്വസ്റ്റ്യൻ എന്താണ്? 10 ടേംസ് ഉള്ള ഒരു സീക്വൻസ് ആണ് വേണ്ടത്. 10 ടേംസ് വേണം. ഏതൊക്കെയാണ് ആ ടേംസ് വരുന്നത്? 0 വരും, 1 വരും, 2 വരും. ഓക്കെ, അപ്പം എത്ര 0 ഒക്കെയാണ് വരുന്നത് ഇവിടെ? എക്സാക്ട്ലി 5 1s അല്ലേ? 1 എത്ര വരും? 1 എത്ര എണ്ണം വരാം? 1 5 എണ്ണം. 2 എത്രയാണ്? 2 ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സാക്ട്ലി 3 twos, 2 3. ടോട്ടൽ അല്ലേ, മൊത്തത്തിൽ 10 ടേംസ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പം 5 + 3 8 ആയി. ബാക്കി 0 എത്ര വരും? 0 2, 2 0. അപ്പം ഇങ്ങനെയുള്ള എത്ര സീക്വൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ 2 സീക്വൻസ് ജസ്റ്റ് ഒന്ന് എഴുതും, ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. 0 എത്ര എണ്ണം വരും? 0 എന്ന് പറഞ്ഞാൽ 2. അപ്പം ഞാനിവിടെ ഫസ്റ്റ് 0 ഇടാം. അത് കഴിഞ്ഞ് ഒരു 3 1 എഴുതാം. പിന്നെ ഞാൻ 0 എഴുതാം. 0 കംപ്ലീറ്റ് ആയില്ല, 2 0 കഴിഞ്ഞ്. ഇനി ഞാൻ ഒരു 1 എഴുതാം, ഒരു 2 എഴുതാം, ഇനി ഒരു 1 കൂടെ എഴുതാം. ഇപ്പോൾ 5 ones ആയില്ലേ. ഇനി ഒരു 2 2 കൂടെ എഴുതിയാൽ മതി. ഓക്കെ, ഇതൊരു സീക്വൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള അല്ലെ ഈ 10 ടേംസ് വെച്ചിട്ട് നമുക്ക് എത്ര സീക്വൻസ് മൊത്തത്തിൽ എഴുതാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ പെർമ്യൂട്ടേഷൻ അല്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നമുക്ക് എങ്ങനെ അറിയാടാ? ഇവിടെ മൊത്തത്തിൽ എത്ര ഉണ്ട്? മൊത്തത്തിൽ 10 ടേംസ് അല്ലേ, അപ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ സീറോസ് എത്രയുണ്ട്? 2. 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 5. 5 ഫാക്ടോറിയൽ ഇൻറ്റു 2s എത്രയുണ്ട്? 3 ഫാക്ടോറിയൽ. ഇത് ചെയ്യുന്നതാണ് നമ്മുടെ ആൻസർ. ഇതെങ്ങനെ വരും? ഈക്വൽ ടു, ഞാനിവിടെ 10 ഫാക്ടോറിയലിനെയും 5 ഫാക്ടോറിയലിനെയും കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 3 ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 ഈക്വൽ ടു 6ഉം 3യും കൂടെ കട്ട് ചെയ്യാം. 6ഉം 3യും കൂടെ കട്ട് ചെയ്താൽ 2. ഈ 2ഉം കൂടെ കട്ട് ചെയ്യാം. ഈ 8ഉം ഈ 2ഉം കൂടെ കട്ട് ചെയ്താൽ 4 വരും. ഈക്വൽ ടു 10 ഇൻറ്റു 9 ഇൻറ്റു 4 ഇൻറ്റു 7 ഈക്വൽ ടു എന്ത് വരും? 90 ഇൻറ്റു 28. ഓക്കെ അല്ലേ? ഇതിന് ആൻസർ എന്ത് വരും? ഈക്വൽ ടു 1800 പ്ലസ് ബാക്കി എന്ത് വരും? 8 ഇൻറ്റു 90 720 ഈക്വൽ ടു നമുക്ക് 2520 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദി നമ്പർ ഓഫ് 7-digit നമ്പേഴ്സ് സച്ച് ദാറ്റ് ദി സം ഓഫ് ദിയർ ഡിജിറ്റ്സ് ഈസ് ഈവൻ ഈസ് mn into 10 power n such that m, n belongs to set 1 2 3 etc 9, then m plus n is equal to. ഇവിടെ നോക്കിയടാ, 7-digit നമ്പേഴ്സിൻ്റെ എണ്ണമാണ് വേണ്ടത്. 7-digit നമ്പേഴ്സ് എങ്ങനെയുള്ള 7-digit നമ്പേഴ്സ് ആണ്? സം ഓഫ് ദിയർ ഡിജിറ്റ്സ് ഈസ് ഈവൻ. അതിൻ്റെ ഡിജിറ്റുകളുടെ സം എടുക്കുമ്പോൾ എന്ത് കിട്ടണം? ഈവൻ നമ്പർ കിട്ടണം. അങ്ങനെയുള്ള 7-digit നമ്പേഴ്സിൻ്റെ എണ്ണമാണ് നമുക്ക് വേണ്ടത്.
7 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 7 ഡിജിറ്റ് നമ്പേഴ്സ് ഒന്ന് ഫോം ചെയ്യാം. അതെങ്ങനെ വരും? നമുക്കതിന് വേണ്ടിയിട്ട് 0 to 9 അല്ലേ, 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 0 മുതൽ 9 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? നമുക്കറിയാം, സിമ്പിൾ അല്ലേ, 10 നമ്പേഴ്സ് ആണുള്ളത്. 10 നമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് 0 എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ നമുക്ക് 0 എടുക്കാൻ പറ്റത്തില്ല, കാരണം 0 എടുത്താൽ അത് 6 ഡിജിറ്റ് നമ്പറായി പോകും. അപ്പോൾ 0 എടുക്കാൻ പറ്റത്തില്ല. അപ്പം 1 മുതൽ 9 വരെയുള്ള 9 നമ്പേഴ്സാണ് നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ബാക്കി അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം? 0 മുതൽ 9 വരെയുള്ള ഇഷ്ടമുള്ള നമ്പർ നമുക്ക് പ്ലേസ് ചെയ്താൽ മതി. ബാക്കി നമുക്കിവിടെ 10 നമ്പേഴ്സ് കൊടുക്കാം, ഇവിടെയും 10 നമ്പേഴ്സ് കൊടുക്കാം. 10 10. ഓക്കെ, ബാക്കി എല്ലായിടത്തും എന്താ, നമുക്ക് 10 കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് നമുക്ക് മൊത്തം ടോട്ടൽ നമ്പേഴ്സ് ഓഫ് 7 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് കണ്ടുപിടിക്കാം. ടോട്ടൽ എത്ര 7 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്കിങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. അതിനുവേണ്ടി എന്താണ്, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വരും നോക്കിയേ, ടോട്ടൽ അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് 7 ഡിജിറ്റ് നമ്പേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് 7 ഡിജിറ്റ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 9 into 10 power 6. ഓക്കെ ആണല്ലോ. ഇതിലെന്ത് വരും? ഇതിൽ സം ഓഫ് ഡിജിറ്റ് ഓഡ് ആയിട്ടുള്ള നമ്പേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ സം ഓഫ് ഡിജിറ്റ് ഈവൻ ആയിട്ടുള്ള നമ്പേഴ്സും ഉണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ്, സം ഓഫ് ദിയർ ഡിജിറ്റ്സ് ഈസ് ഈവൻ. ഡിജിറ്റുകളുടെ സം എടുത്താൽ ഈവൻ കിട്ടുന്ന എത്ര 7 ഡിജിറ്റ് നമ്പേഴ്സ് കാണും? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ 7 ഡിജിറ്റ് നമ്പർ 9 into 10 power 6 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതിയല്ലോ. ഈക്വൽ ടു 4.5 into 10 power 6. ഇതെന്താണ്? ഇത് സം ഓഫ് ഡിജിറ്റ് ഈവൻ ആയിട്ടുള്ള 7 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണമാണ്. ഇനി നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് അതെന്താണ്, ഈക്വൽ ടു mn into 10 power n ആണ്. നോക്കിയേ, അപ്പോൾ ഈ 4.5 into 10 power 6 നമുക്ക് mn into 10 power n ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരണം. എന്നിട്ടാണ് നമുക്ക് ഈ m plus n കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കിക്കോണേ, ഞാനിവിടെ 45 into 10 power 5 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി 45ന് എനിക്ക് 9 into 5 into 10 power 5 എന്ന് എഴുതാമല്ലോ. നോക്കിയേ, ഇവിടെ n, ഇവിടെ n, ഇവിടെ 5, ഇവിടെ 5. അപ്പോൾ നമുക്ക് ആ ഫോമിൽ കിട്ടി. അപ്പോൾ m ഈസ് ഈക്വൽ ടു 9 ആൻഡ് n ഈസ് ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ m പ്ലസ് n ഈസ് ഈക്വൽ ടു, സോറി, n ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 അല്ലല്ലോ, 5. അപ്പോൾ m പ്ലസ് n എന്ന് പറയുമ്പോൾ 9 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 14. ഓക്കെ അല്ലേ? അടുത്തത്, ദി ലാർജസ്റ്റ് n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് 3 power n ഡിവൈഡ്സ് 50 ഫാക്ടോറിയൽ ഈസ്. ക്വസ്റ്റ്യൻ എന്താണ്? 50 ഫാക്ടോറിയൽ. 50 ഫാക്ടോറിയലിനെ നമുക്ക് 3 power n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ n-ന് വരാൻ പറ്റുന്ന ലാർജസ്റ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാർജസ്റ്റ് n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാനുള്ള നമുക്ക് ഫോർമുല അറിയാമല്ലോ. എന്താ വരുന്നത്? എന്ത് വരും? സോറി, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് n ബൈ p പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് n ബൈ p സ്ക്വയർ പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് n ബൈ p ക്യൂബ് പ്ലസ്
ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് n by p പവർ 4 പ്ലസ് എക്സെട്ര. ഇത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം ഈക്വൽ ടു n എന്ന് പറയുന്നത് ഇവിടെ 50/p എത്രയാണ് 3 ആണ്, പ്ലസ് 50/3² 9 പ്ലസ് 50/3³ 27 പ്ലസ് 50/3 പവർ 4 എന്ന് പറയുന്നത് 81 പ്ലസ് എക്സെട്ര ഈക്വൽ ടു. ഇവിടെ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ആ സ്റ്റെപ്പ് എല്ലാം ഒന്ന് ഞാൻ മനസ്സിലാക്കി തരാം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് എന്താണെന്ന് അറിയാത്തവർക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. 50/3 ചെയ്താണ് നമുക്ക് കിട്ടുന്നത് 16.66 അങ്ങനെ ഒരു സംതിങ് വാല്യൂ കിട്ടും, പ്ലസ് 50/9 ചെയ്യുമ്പോൾ നമുക്ക് ഒരു 5 പോയിൻറ്റ് സംതിങ് വാല്യൂ കിട്ടും, പ്ലസ് 50/27 ചെയ്യുമ്പോൾ 1 പോയിൻറ്റ് സംതിങ് വാല്യൂ, പ്ലസ് 50/81 ചെയ്യുമ്പോൾ നമുക്ക് 0 പോയിൻറ്റ് സംതിങ് വാല്യൂ കിട്ടും, പ്ലസ് എക്സെട്ര ഈക്വൽ ടു. ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് എങ്ങനെ എടുക്കും? 16.66ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഏതാണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് എന്ത് വരും? 16 പ്ലസ് 5 പോയിൻറ്റ് സംതിങ്ങിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് 5, ഇപ്പോൾ 1 പോയിൻറ്റ് സംതിങ്ങിൻ്റെ 1, 0 പോയിൻറ്റ് സംതിങ്ങിൻ്റെ 0, ബാക്കി അങ്ങോട്ട് എന്താണ് മൊത്തം 0 0 അങ്ങനെ പോയിക്കോളും. അപ്പോൾ സിംപ്ലി ഇത്രയുള്ള നമുക്ക് ഇത്രയും മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. 16 പ്ലസ് 6 ഈക്വൽ ടു 22. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ?